2019 കേരളത്തെ നടുക്കിയ ഒരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 14 വയസ്സുകാരി തൻ്റെ കസിൻ സിസ്റ്ററായ 11 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു സംഭവം. മറ്റൊന്നും കൊണ്ടല്ല, തനിക്ക് കിട്ടുന്ന പരിഗണന ഈ 11 വയസ്സുകാരി തൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം തൻ്റെ മുത്തശ്ശനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള ആ 14 വയസ്സുകാരിയുടെ ചിന്തയാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. വീട്ടിൽ കുട്ടികൾ അനുഭവിക്കുന്ന പാർഷ്യാലിറ്റി അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇതുപോലുള്ള അനേകായിരം കഥകളുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് മല്ലു ഒറിജിനൽ സീരീസിൽ ഇത്തരത്തിലുള്ളൊരു കഥ ചെയ്യണമെന്നൊരു ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അബി, എന്താ അബി ഇത്? കുറച്ചെങ്കിലും ബോധം വേട്ടെ. നീ മൂത്ത കുട്ടിയല്ലേ? കാശിമോന്റെ ആഹാരം എടുത്താണോ കഴിക്കുന്നത്? അവന്റെ ഫുഡിന് നല്ല ടേസ്റ്റാ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കഴിച്ചേ. എടി, അത് അവൻ ഉണ്ടാക്കി വെച്ച അമൃതം പൊടിയല്ലേ? അത് അവന് കിട്ടേണ്ട പോഷകാഹാരമാണ്. എന്താ നീ കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവന് വെച്ച എല്ലാ സാധനങ്ങളും എടുത്ത് കഴിപ്പാ അവിടെ ജോലി. അവനൊന്നും വെച്ചേക്കണ്ടേ? അതൊക്കെ എനിക്കും കൂടി ഉള്ളതല്ലേ. അല്ല, നിനക്കും കുഞ്ഞിനെ ഇതൊക്കെ തന്നാ വളർത്തിയത്. ഇനി ഇങ്ങനെ ചെയ്താ നല്ല അടി തരും. ഈ ഒരു പ്രശ്നം ഒരിക്കലും വീടിന് പുറത്തു നിന്നല്ല സംഭവിക്കുന്നത്, വീടിനുള്ളിൽ നിന്നാണ്. വീടിനുള്ളിൽ സ്നേഹവും ഇഷ്ടവും ഓരോ കാര്യങ്ങളും അൺഈവനായിട്ടുള്ള രീതിയിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും അത് ഒരു കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഇത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മുന്നിലേക്ക് പോകുമ്പോഴാണ് അസൂയയായും ദേഷ്യമായും റിസെൻമെൻ്റായും ഒക്കെ ഒരു കുട്ടിയിൽ പ്രതിഫലിക്കുന്നു. സ്വഭാവത്തിൽ ഇങ്ങനൊരു വ്യതിയാനം വരുന്നതിൽ ഒരിക്കലും ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ദിവസങ്ങൾ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചും കുടുംബത്തിന് വേണ്ടി ഓരോന്നും ചെയ്തതിന് ശേഷവും ഒരിക്കലും വീട്ടിൽ ഒരു അപ്രീഷിയേഷൻ കിട്ടാതാവുമ്പോൾ, താൻ ചെയ്തതിൽ നിന്ന് വളരെ കുറവ് ചെയ്യുമ്പോൾ തൻ്റെ സഹോദരനോ സഹോദരിക്കോ കൂടുതൽ അപ്രീഷിയേഷൻ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് കാണുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഇതുണ്ടാവാം. മുഴുകി ഇരുന്ന് കാണുവാണല്ലോ. നല്ല പഠിച്ചാ? പഠിച്ചു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നോക്ക്, പുതിയ ഡ്രസ് അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ. എന്താ അച്ഛനോട് ഇത്ര സ്നേഹം? മാളു, ഇതേ മോനും കൂടെ ഇടാനുള്ള ഡ്രസ്സാ. എന്താ ദേവേട്ടാ, ഞാൻ അവന് മാത്രം എടുത്താ മതി എന്നല്ലേ പറഞ്ഞേ? ഇവൾക്ക് ഈ ഓണത്തിനല്ലേ എടുത്തത്. അതെന്താ അവക്കും കൂടെ എടുത്താ? 2 പേർക്കും കൂടെ എടുക്കുന്നതാണ് ശരി. ഇവിടെ വേർതിരിവ് വേണ്ട മാളു. ഇവളല്ലേ നമ്മുടെ ആദ്യത്തെ കൊച്ച്. ആദ്യത്തെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ പണി എന്താണെന്നറിയോ? കാശിമോന്റെ ആഹാരം കട്ടുതീറ്റിയാണ്. ആണോ മോളെ? അല്ല അച്ഛാ, അവന്റെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എടുത്ത്. കേട്ടില്ലേടി, ഇതിനൊക്കെയാണ് നീ കൊച്ചിനെ കള്ളി എന്ന് പറയുന്നത്. അവളെ ഏട്ടന്റെ സപ്പോർട്ടിലായി ഇങ്ങനെ വഷളാവുന്നത്. ഇങ്ങനെ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടി താൻ എന്തു ചെയ്തു കഴിഞ്ഞാലും എൻ്റെ വീട്ടുകാർക്ക് ഒരു പ്രത്യേകതയുമില്ല, എല്ലാം വളരെ നോർമലാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. ആ ചിന്ത അവിടെ നിന്നും ബിൽഡാകുന്നത് തൻ്റെ മാതാപിതാക്കൾക്കോ തനിക്ക് വീട്ടിൽ ഇഷ്ടമുള്ളവർക്കോ തൻ്റെ സഹോദരനോടോ സഹോദരിയോടോ ആണ് കൂടുതൽ സ്നേഹം എന്നുള്ളൊരു ചിന്തയിലേക്കാണ്. മീൻസ് അവരാണ് തന്നെക്കാൾ മാതാപിതാക്കൾക്ക് കൂടുതൽ ഫേവറേറ്റ് എന്നുള്ളൊരു തോട്ട്. ഈ ഫേവറേറ്റിസമാണ് പല പ്രശ്നങ്ങൾക്കും ആധാരം. ഒരു കുഞ്ഞിനെ മുഖത്ത് അടച്ചാക്ഷേപിക്കുന്നതിനേക്കാൾ വേദനാജനകമാണ് ഈ ഫേവറേറ്റിസം കാരണമുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള നെഗ്ലക്റ്റ് പോലും. കാശിമോനാ നിന്റെ ഐശ്വര്യം. അമ്മമ്മേ, എനിക്ക് ഫസ്റ്റ് കിട്ടിയതിന് മുട്ടായി വാങ്ങി തരുന്നില്ലേ? മിഠായിയാ? മാളു, ഇവളെന്താ ഇങ്ങനെ? ഇവള് വലുതായി ഒരു ചേച്ചിയായവരെ ഇവള് അറിഞ്ഞിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാമേ? എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവൾ ഇപ്പോഴും വിചാരിക്കുന്നത് അവൾ കുഞ്ഞാണെന്ന്. മോള് അടുക്കളയിൽ പോയി അമ്മാമ്മയ്ക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട് വാ. ചെല്ലബി, നിൽക്ക് മോളെ. ഈ കവർ കൂടെ അടുക്കളയിൽ വെക്ക്. കാശിക്ക് കുറുക്കാനുള്ള പൊടികളാണ് ഇതില്. ഇങ്ങ് തന്നേരമ്മേ. ഇത് അടുക്കളയിൽ ചെല്ലുന്നതിന് മുമ്പേ അവളുടെ വയറ്റിൽ പോകും. ഇത് ഞാൻ വെച്ചോളാം. അതെന്താ അങ്ങനെ? അവന്റെ ആഹാരം കട്ടുതീറ്റിയാണ് അവളുടെ മെയിൻ ജോലി. അവനൊന്നും കാണത്തില്ല. നീ കാശിയുടെ 2ാമത്തെ അമ്മയല്ലേ? ചെല്ല്, അമ്മാമ്മക്ക് ഇത്തി വെള്ളം എടുത്തിട്ട് വാ. ഇതിലൂടെ ആ കുട്ടിയുടെ മനസ്സിനുള്ള ട്രസ്റ്റും സെൽഫ് വർത്തും ഫെയ്ത്തും ഒക്കെ ബ്രേക്ക് ആവുകയാണ്.
ഇമോഷൻസ് ഹർട്ടാവുന്നത് മാത്രമല്ല, ഇതിലുപരി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം തന്നെ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടി എത്തുന്നു എന്നുള്ളതാണ്. ഭാവിയിൽ എത്ര തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താനാകാത്തൊരവസ്ഥയിലേക്ക് ഈ കുട്ടി എത്തിയേക്കാം. നീ ഇന്നും രാത്രി ഉറങ്ങത്തില്ലടാ? പകല് മൊത്തം കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഉണർന്നിരിക്കും. എനിക്ക് ഓഫീസ്. ഞാനിന്ന് നിങ്ങളുടെ കിടന്നോട്ടെ? അബി, നീ കളിക്കരുത്, അമ്മമ്മയുടെ കൂടെ പോയി കിട. അച്ഛാ പ്ലീസ്. അവൾ നമ്മളോട് കിടന്നോട്ടെ. ഏട്ടാ, അവളൊരു പെൺകുട്ടിയാ. അവൾ ഒറ്റയ്ക്ക് മാറിക്കിടന്ന് ശീലിക്കേണ്ട സമയം കഴിഞ്ഞു. അവൾ ഒറ്റയ്ക്ക് മാറിക്കിടക്കട്ടെ. അപ്പൊ കാശിയെ മാറ്റിക്കെടുത്ത്. അവനെ പോലാണോ നീ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പോയി അമ്മമ്മയുടെ കൂടെ കിടക്ക്. മോളെ, അമ്മ പറയുന്നത് ശരിയാ. മക്കളെ ചെല്ല്, അമ്മമ്മയുടെ കട. അബി, നിനക്ക് പുതിയ കളിപ്പാട്ടൊന്നും കിട്ടാറില്ലേ ഇപ്പൊ? പുതിയ കളിപ്പാട്ടം എല്ലാം കാശിക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരാളായോണ്ട് കളിപ്പാട്ടവും മുട്ടായും ഉടുപ്പും ആർക്കും കൊടുക്കണ്ട, എല്ലാം എനിക്കുള്ളതന്നെ. ഇപ്പൊ എല്ലാം അവനുള്ളതാ. കുറച്ചു നാളുകളെ കഴിഞ്ഞാൽ കളിക്കാൻ പോലും വിടത്തില്ല എന്ന് അമ്മ പറഞ്ഞു. ഗേൾസിന് അങ്ങനെയൊക്കെ തന്നെ. നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും എവിടെ വേണമെങ്കിലും പോവാം. എനിക്ക് പെങ്കൊച്ചാവണ്ടായിരുന്നു. എനിക്ക് കാശി ആയിരുന്നാ മതിയായിരുന്നു. അതാവുമ്പോ സ്നേഹവും മുട്ടായും കളിപ്പാട്ടം ഒക്കെ കിട്ടും. ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരം ഇമോഷനുകളുടെ ബാക്കിയായാണ് സ്വന്തം സഹോദരങ്ങളോടോ അല്ലെങ്കിൽ സ്വയം തന്നെയോ ഒരു വെറുപ്പ് ഇവരുടെ ഉള്ളിലുണ്ടാവുന്നത്. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരിക്കലും പരസ്പരം മിണ്ടാത്ത സഹോദരങ്ങളെയും വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെയും ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ സ്വന്തം സഹോദരനോ സഹോദരിയോ ആണെന്ന് പോലും അക്നോളജ് ചെയ്യാത്ത ആൾക്കാരെ. ഇവരൊക്കെ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൻ്റെ ഔട്ട്പുട്ടുകളാണ്. ഈ ചെറിയ പ്രായത്തിലുണ്ടാവുന്ന അസൂയയും അതുപോലെ തന്നെ ഒരിക്കലും മൈൻഡ് ചെയ്യപ്പെടാത്ത നെഗ്ലക്റ്റും ആ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ട്രാജഡികൾ നമുക്ക് ചുറ്റുമുണ്ടാവാനും കാരണം. അബി, നീ വേഗം പോയി റെഡി ആയിട്ട് വന്നേ. നമ്മൾ നാളെയല്ലേ ഗുരുവായൂർ പോകുന്നത്? ഇന്നല്ലല്ലോ. അതിന് നിന്നെ ആര് കൊണ്ടുപോകുന്ന നാളെ? നിന്നെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെന്ത് മാളും നമ്മൾ അവളെ കൊണ്ടുപോകാത്ത? അത് ദേവേട്ടാ, എന്റെ അനിയത്തി കൂടി വരുന്നുണ്ട്. അവൾക്കും ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. അതിനെന്താ, അവരും വരട്ടെ. അതിന് മോളെ കൊണ്ടുപോയിരിക്കുന്നത് എന്തിനാ? വണ്ടി സ്ഥലം കാണത്തില്ല. ഇവളെ കൂടെ കൊണ്ടുപോയാൽ അത് നടക്കത്തില്ല. അവള് നാളെ ഏട്ടന്റെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എടി, ഒരു വണ്ടി കൂടെ വിളിക്കുന്ന പാടല്ലേ ഉള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. ഇവളെ കൊണ്ട് ഒരു വട്ടം പോയതല്ലേ ഗുരുവായൂർ. അവൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. നീ പോയി റെഡിയായേ, അച്ഛൻ കൊണ്ടുവിടും. എന്നെയും കൊണ്ടുപോ, ഞാനും വരും. പോയി റെഡിയായി. പോകാനല്ലേ പറഞ്ഞേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരാളായോണ്ട് കളിപ്പാട്ടവും മുട്ടായും ഉടുപ്പും ആർക്കും കൊടുക്കണ്ട, എല്ലാം എനിക്കുള്ളതന്നെ. ഇപ്പൊ എല്ലാം അവനുള്ളതാ. എന്തെന്നാ ചാച്ചി നോക്കണ? നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണ്, അതിന് നിങ്ങൾ കാതോർക്കുക. കാരണം ചിലപ്പോൾ ഒരു കരുതൽ, ഒരു ചെറിയ സ്നേഹം, പരിഗണന ഒരു മനസ്സിലുണ്ടാവുന്ന മുറിവിനെ ഹീല് ചെയ്യാൻ ഒരുപാട് സഹായകരമായിരിക്കും.